ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ കൊമ്പുകോർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. അമേരിക്കൻ പ്രസിഡന്റ് നുണയനെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചു. വെടിനിർത്തലിനായി ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് മോദി മറുപടി പറഞ്ഞു. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുകൂടി മോദി വിമർശനം ഉന്നയിച്ചു. ശശി തരൂരിന് അവസരം നൽകാത്തതിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു. ഈ സമ്മേളനം ഭീകരരുടെ ആസ്ഥാനം തകർത്തതിന്റെ ആഘോഷമെന്ന് പറഞ്ഞു തുടങ്ങിയ 100 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെയും കോൺഗ്രസിനെയും രൂക്ഷമായി ആക്രമിച്ചു. 22 മിനിറ്റിൽ ഏപ്രിൽ 22-ലെ ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി. പാകിസ്ഥാനെ വിറപ്പിച്ചു. ആണവ ഭീഷണി പൊള്ളയെന്ന് തെളിയിച്ചു. പ്രഹരം താങ്ങാനാകാതെ വെടിനിർത്തലിന് പാകിസ്ഥാൻ അപേക്ഷിച്ചു. ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി. भारत के ऑपरेशन रोकने के लिए नहीं कहा. ഓപ്പറേഷൻ സിന്ദൂറിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസിനെ മോദി കടന്നാക്രമിച്ചു. സർക്കാരിനേക്കാൾ കോൺഗ്രസിന് വിശ്വാസം പാകിസ്ഥാനെയെന്ന് പ്രധാനമന്ത്രി. ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് ഇച്ഛാശക്തിയില്ലെന്നും സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയില്ലെന്നും വിമർശിച്ച രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപ് നുണയനെന്ന് പറയാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. अगर सचमुच में दम है तो आज शाम यहां प्रधानमंत्री को कह देना चाहिए डोनाल्ड ट्रंप इज अ लायर. झूठ बोल रहा है डोनाल्ड ट्रंप. സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ശശി തരൂർ എംപിക്കും മനീഷ് തിവാരി എംപിക്കും അവസരം നൽകാത്തതിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചു. ഇതിനോട് തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ. രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള ചർച്ച തുടരുകയാണ്. 24 ഡൽഹി.